സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജശ്രീയെ വേദിയിലേക്ക്. AVT പ്രീമിയം വനിതാ രത്നം. മുത്തശ്ശി നമസ്കാരം. നമസ്കാരം. ഇത് ആരാ? ഇത് ഞാനാണേ. ഇത് നമ്മുടെ കിഷോറാണല്ലേ? അതെ. നീ ഇപ്പൊ വലിയ താരായി എന്നൊക്കെ കേട്ടൂലേ? എന്റെ മുത്തശ്ശി പ്രായം ഇത്രയായില്ലേ, അസൂയ മാറ്റരുതോ? ചുമ്മാ നീ എന്നെ കാണാൻ വന്നപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. ആണോ? അമ്മൂമ്മ എത്ര നാളായി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണോന്ന് അറിയോ? ആണോ? അമ്മമ്മയ്ക്ക് പറ്റിയ കമ്പനി ഞാൻ. ഈ തിരക്കിന്റെ ഇടയ്ക്ക് വന്നൂല നീ എന്നെ കാണാനായിട്ട്. എൻ്റെ മുത്തശ്ശി സത്യത്തിൽ എനിക്ക് ഒരുപാട് പ്രായമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ്, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഞാൻ അവരുമായിട്ട് ഒരുപാട് കമ്പനിയാണ്. അതന്നെയാണ് നിനക്ക് എന്നോട് തോന്നിയ ഇഷ്ടവും. അതെ അതെ. ഈ AVT പ്രീമിയം വനിതാരത്നം ഒരു തുടക്കമായി. ഇനിയും ഒരുപാട് വേദികൾ രാജശ്രീക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൗർഭാഗ്യവശാൽ രണ്ടാമത്തെ റൗണ്ടിൽ രാജശ്രീ പുറത്തു പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പെർഫോം ചെയ്യണം. അപ്പം എന്താണ് ഇപ്പം പെർഫോം ചെയ്യാൻ വരുമ്പോൾ എന്ത് തോന്നുന്നു? ധൈര്യം തോന്നുന്നു. കുറച്ചുകൂടെ ഞാൻ എൻ്റെ പെർഫോമൻസ് എന്നും നന്നാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഓരോ ഇത് കഴിയുമ്പോഴും നന്നാക്കണം എന്ന് അതേമാതിരി തന്നെ ഒരു ചാൻസ് ആയിട്ട് ഇതും കണക്കാക്കണം. കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഒരു ഒരു മത്സരത്തിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാതെ വളരെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു ഉണ്ടല്ലേ? ആരും നമ്മളെ ഇനിയിപ്പോൾ എങ്ങനെ കണക്കാക്കിയാലും നമുക്കൊന്നും ഇല്ലല്ലോ. നമുക്ക് തുറന്നൊരു ഒരു പ്രകടനം തന്നെ സാധിക്കുന്നു. ജഡ്ജസ് നമസ്കാരം. നമസ്കാരം. ആരെയാണ് കാത്തിരിക്കാൻ പോണ? ആരാ അമ്മൂമ്മയ്ക്ക് വയസ്സാകാൻ കാലത്ത് കൂട്ടുള്ളേ? ആരും ഇല്ല, ഒറ്റയ്ക്ക് തന്നെ. നാലും ഒരു കാത്തിരിപ്പാണ്. ഹായ് മാം. ഹായ്. അപ്പിയറൻസ് കലക്കിയിട്ടുണ്ട്, അസലായിട്ടുണ്ട്. താങ്ക് യു. ആരുടെയായിരുന്നു സെലക്ഷൻ? എൻ്റെ തന്നെയാണ്. ഒരു കറക്റ്റ് ഗെറ്റപ്പിൽ കിട്ടിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കുശുമ്പ് കൊണ്ട് തോന്നുക. എന്നെ അത്ര വയസ്സാക്കണ്ട. അതെ. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കുട്ടികളോട് എടുത്തു പറയുന്ന വനിതാ രത്നം എന്ന നമ്മുടെ ഈ കുടുംബത്തിനെ കുറിച്ച് എടുത്തു പറയുന്ന കാര്യങ്ങൾ? കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് ചെറുപ്പത്തിലേ, ഞങ്ങളൊക്കെ ഇത്രയും പ്രായമായപ്പോഴാണ് കുഞ്ഞുങ്ങൾ അത് ചെറുപ്പത്തിലേ തന്നെ അത് തിരിച്ചറിഞ്ഞ് അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആസ് എ ടീച്ചർ അതൊക്കെ ചെയ്യും. ടീച്ചർ, എല്ലാവിധ ആശംസകളും. നാരായണ നാരായണ രാമ 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 രാമ. കാലും മുഖവും കഴുകാൻ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നൂലോ. കുട്ടാ ഇവിടെ വാ. ഇരുട്ടായത് കണ്ടില്ലേ? നീ ഇപ്പൊ പുറത്തേക്കൊന്നും പോവണ്ട. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാല. കുട്ടാ, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. നാരായണ നാരായണ രാമ 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 വാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ വാഹിമ. ആരാത്? കുട്ടനാണോ? ഇരുട്ടാവണ കണ്ടില്ലേ? മതി മതി നിന്റെ സർക്കിട്ടൊക്കെ അങ്ങോട്ട് ഉള്ളിൽ കയറിക്കോളൂ. കുട്ടാ, ഒരു ഇത്തിരി സ്വാതന്ത്ര്യം തന്നാ പിന്നെ തോന്നിയ പോലെയാണ്. വിളിച്ചാലും പറഞ്ഞാലും കേൾക്കില്ല. കുട്ടാ ഇല്ല, എന്താ അപ്പം ചെയ്യ? രാമ 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 വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ രാമ രാമ വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ രാമ 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 വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ. ഹരേ കൃഷ്ണ മുകുന്ദ നാരായണ പൂർണ്ണതൃശ ഭവാനി രാമ 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 വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ രാമ 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 വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ. ഇരുട്ടായല്ലോ. ഈ കുട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? ഒരു നാണോ ഇല്ല. ഈ നേരത്ത് കണ്ടോരെ തിണ്ണ നിരങ്ങാൻ നടക്കുകയാണ്. ഇങ്ങോട്ട് വരട്ടെ. ഒരൊറ്റ വറ്റ ചോറ് ഞാൻ കൊടുക്കില്ല അവന്. എന്താ കൃഷ്ണ, ഇവനെ കൊണ്ട് എനിക്ക് എന്താ ഒരു ഉപകാരം? കൃഷ്ണ, ഈ കുരുത്തം കേട്ടോ എന്താ എവിടെ പോയി കിടക്കുകയാണാവോ? ഒരു ആയിരപ്പാ. നാരായണ രാമ 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 വാഹിമ രാമപാദം ചേരണി മുകുന്ദ രാമ വാഹിമ. ആരാത്? കുട്ടനാണോ? ഇല്ലേ? ഇല്ല. ഈ കുരുത്തം കേട്ടോ എന്നെ എഴുതിയാ അപ്പം പോയതാവോ?
എവിടെയാ പോയി അന്വേഷിക്കാൻ ഞാൻ അവനെ? ഇങ്ങോട്ട് വരട്ടെ. ഈ പടിക്കകത്ത് ഞാൻ കയറ്റില്ല അവനെ. തൊണ്ടി നടക്കട്ടെ എന്ന് വെക്കണം. അത് തന്നെയാ വേണ്ടേ. ഡേ പാറുട്ടേ, ഡേ അമ്മുമ്മേടി, നമ്മുടെ കുട്ടൻ അങ്ങോട്ട് അങ്ങനെ വന്നിണ്ടാ? ഞാൻ ഇനിയിപ്പോൾ എവിടെയാ അവനെ പോയി അന്വേഷിക്കുക? എന്താ കൃഷ്ണ, ആരാ അത്? ആരാ ആദ്യം പോണത്? കുട്ടനാണോ? വാസോ, നീ അങ്ങാടിയിൽ നിന്ന് വരികയാണോ? എൻ്റെ വാസുവേ, നീ നമ്മുടെ കുട്ടനെ കണ്ടോടാ? ഇല്ലേ? കണ്ടോ നീ? ഒന്ന് ഉറക്കെ പറയടാ നീ. വഴിയില റോഡിലാ? കേൾക്കണില്ലടാ, ഒന്ന് ഉറക്കെ പറ. റോഡില് ബസ്സാ? ബസ് തട്ടിയോ? ആരെയാടാ? നിന്റെ കുട്ടനെയോ? നിന്റെ ഒരു നാവുണ്ടല്ലോ, ഞാൻ പറയണില്ല. റോഡിലേ ഒരു പട്ടി ബസ് അടിച്ച് ചത്ത് കിടക്കണു ഇത്രേ. അതെൻ്റെ കുട്ടനാണിത്രേ. ഏയ് ആവില്ല, അതെൻ്റെ കുട്ടനൊന്നും ആവില്ല. കുട്ടാ, 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 അമ്മമ്മയ്ക്ക് വയ്യടാ, വയ്യടാ. രാമ 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 വാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ വാഹിമ. എന്തോ ചത്തം കേൾക്കുന്നുണ്ട് പുറകിൽ. അമ്മ അതിൽ ചാടിയെന്നാ തോന്നണേ. നിങ്ങോട്ട് വരട്ടെ, 2 എണ്ണം പൊട്ടിച്ചിട്ടേ ഞാൻ അവൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കൂ. ഇങ്ങോട്ട് വരട്ടെ അവൻ.